ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ടു ഓൾ. ഓക്കെ, ഇന്ന് നമ്മളെല്ലാവരും വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ് അല്ലേ? ഭയങ്കര സന്തോഷത്തോടെ പരസ്പരം സമ്മാനങ്ങളൊക്കെ കൈമാറി ശരിക്കും പ്രണയിക്കുന്നവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ദിവസം തന്നെയാണല്ലോ വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ വാലൻറ്റൈൻസ് ഡേ എന്നും കൂടെ നമ്മളൊന്ന് അറിയണ്ടേ? ഇതിൻ്റെ ചരിത്രം പറയുന്നത് റോമിൽ ക്ലോഡിയസ് ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് അവിടുത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു വാലൻറ്റൈൻ എന്ന് പറയുന്ന വ്യക്തി. അവിടുത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു. അപ്പോൾ ഈ ക്ലോഡിയസ് ചക്രവർത്തിക്ക് ഭരണകാലത്ത് ഇങ്ങനെ ചിന്തിച്ചപ്പം ഒരു ദിവസം ഇങ്ങനെ ചക്രവർത്തിക്ക് ഭയങ്കര യുദ്ധപ്രിയനായിരുന്ന ചക്രവർത്തി ഇങ്ങനെ ചിന്തിക്കുമ്പം ചക്രവർത്തിക്കുള്ള ഒരു തോന്നലാണ്, ഈ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെയും കൊണ്ട് യുദ്ധത്തിന് പോകുന്നത് അത്ര നല്ലതല്ല. കാരണം വിവാഹം കഴിഞ്ഞവർക്ക് എപ്പോഴും കുടുംബം, കുട്ടികൾ, ഭാര്യ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ വിവാഹത്തെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചങ്ങ് നിരോധിക്കുകയാണ്. ഓക്കെ, അപ്പം വിവാഹത്തെ അങ്ങനെ നിരോധിച്ച് കഴിഞ്ഞപ്പം അവിടെയുള്ള യുവാക്കളും യുവതികൾക്കൊന്നും പിന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം ചക്രവർത്തി നിരോധിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്ന ഈ വാലൻറ്റൈൻ എന്ന് പറയുന്ന വ്യക്തി ബിഷപ്പായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾക്കൊക്കെ രഹസ്യമായിട്ട് വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തി കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് ചക്രവർത്തി അറിഞ്ഞു. ചക്രവർത്തി അതിലെ രോഷാകുലനായി ഈ വാലൻറ്റൈൻ എന്ന് പറയുന്ന കത്തോലിക്ക ബിഷപ്പിനെ തുറങ്കലിലടച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജയിലറുടെ ഒരു അന്ധയായ മകളുണ്ടായിരുന്നു. അപ്പോൾ ആ മകൾ ബിഷപ്പുമായിട്ട് കൂട്ടായി. ബിഷപ്പിനോടുള്ള ആ വിശ്വാസവും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തീവ്രതയും ഒക്കെ കൊണ്ട് ഈ അന്ധയായ മകൾക്ക് കാഴ്ചയെ തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. കാഴ്ചയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 14 എന്ന് പറയുന്ന നമ്മളൊക്കെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ കത്തോലിക്ക ബിഷപ്പായ വാലൻറ്റൈനെ ചക്രവർത്തി തലയിറക്കാനായി കൊണ്ടുപോവുകയാണ്. കാരണം അന്നാണ് അതിൻ്റെ വധശിക്ഷ നടപ്പാക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വെച്ചു, ഫ്രം യുവർ വാലൻറ്റൈൻ. ഓക്കെ, സോ അന്ന് ഫെബ്രുവരി 14 ബിഷപ്പിൻ്റെ തലയെറുത്ത് കൊല്ലാൻ കൊണ്ടുവന്ന ദിവസം എഴുതി വെച്ചതാണത്. അന്ന് തൊട്ടാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഈ വാലൻറ്റൈൻസ് ഡേ ഫെബ്രുവരി 14 എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ.